ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വീട്ടിലെ കുറച്ച് പച്ചക്കറികൾ കാണാം. ഇത് പച്ചമുളകാണ്. ഈ മുളകിന് നല്ല എരിവാണ്. ഇത് മീൻകറിയിലും കപ്പയിലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ വിത്ത് ലുലു മോളിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഇതിൽ കുറച്ച് മുളകൊക്കെ പഴുത്ത് നിൽപ്പുണ്ട്. അടുത്തത് ക്യാപ്സിക്കമാണ്. അതിലിപ്പോൾ 2 ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ എടുത്തു. അടുത്തത് വഴുതിളങ്ങയാണ്, പച്ച കളറാണ്. ഇതിലൊത്തിരി ഉണ്ടായതായിരുന്നു, ഇതിപ്പോൾ ഏകദേശമൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഇത് നമ്മളെല്ലാവരും സാമ്പാറിലൊക്കെ ഇടുന്ന ഇളം പച്ച കളർ മുളകില്ലേ, അതാണ്. നല്ല ടേസ്റ്റുള്ള മുളകാണ്. ഇത് ഒത്തിരി നാളായിട്ട് ഞാനിവിടെ നട്ടിട്ട് പിടിക്കാതെ ഇപ്പോഴാണ് ഇതൊന്നും ഉണ്ടായിട്ടുള്ളത്. ഞാനിത് സാമ്പാറിലും അതുപോലെ എല്ലാ കറിയിലും ഇത് യൂസ് ചെയ്യാം. ഇത് തക്കാളിയാണ്. നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന തക്കാളിയിൽ നിന്ന് കേടായതിൻ്റെ വിത്തിട്ട് പിടിച്ചിട്ടുള്ള തക്കാളിയാണ്. ഒത്തിരി കായ്ച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്. കുറച്ച് ഇലയൊക്കെ കരിഞ്ഞു ഇരിപ്പുണ്ട്, അത് എന്തോ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത്. ഇത് വെണ്ടയാണ്. ഇതിലും ധാരാളം വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അടുത്തത് പടവലങ്ങ കാണാം. ഇതിനകത്ത് ഒത്തിരി പടവലങ്ങ കായ്ച്ചു നിൽപ്പുണ്ട്. ചെറിയ പടവലങ്ങയാണ്. ഇതിൻ്റെ വിത്തും എല്ലാ വിത്തും ഞാൻ വാങ്ങുന്നത് ട്രിവാൻഡ്രം ലുലു മോളിൽ നിന്നാണ്. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പൂച്ചകൾ ഫുഡ് കഴിക്കാനായിട്ട് വരും. അതിലൊരാളാണിത്. ഇതിനെ ഞങ്ങൾ കുട്ടപ്പൻ എന്നാണ് വിളിക്കുന്നത്. എപ്പോഴും വന്ന് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകും. അടുത്തത് സാലഡ് കുക്കുംബറാണ്. അത് പിടിച്ചിട്ടേ ഉള്ളൂ, കായ്ച്ചു തുടങ്ങിയിട്ടില്ല. കായ്ച്ചു തുടങ്ങുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കാണിക്കാം. ഇത്രയും പച്ചക്കറികളാണ് എൻ്റെ വെജിറ്റബിൾ ഗാർഡനിലുള്ളത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇനി അടുത്ത് ഞാൻ എൻ്റെ ഗാർഡനിലുള്ള ചെടികളൊക്കെ ഒന്ന് കാണിക്കാം. അടുത്ത വീഡിയോയിലെല്ലാം കാണിക്കാം. താങ്ക് യു ഓൾ.